ഇത് ഗ്ലാഡിയസിൻ്റെ ഫ്ലവറിങ് പ്ലാന്റാണ്. ഇതിനകത്ത് ബഡ്സ് ഫ്ലവർ ആയി കഴിഞ്ഞു. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റാം, ഇപ്പം ഓരോ ബൾബിനകത്ത് നല്ല ഇപ്പം ഫ്ലവറിങ് തുടങ്ങി. പക്ഷേ രണ്ടാമത്തെ ബൾബിനെ നിങ്ങൾക്ക് നോക്കാം, 2-3 ഫ്ലവർ വന്നിട്ടുള്ളൂ. അപ്പം അതിൻ്റെ കാരണം ഇതാ ഫ്രണ്ട്സ്, അതിന് നമുക്ക് നല്ല ഹെൽത്തി ബൾബ് എടുക്കണം, അപ്പോഴേ നമുക്ക് നല്ല ഫ്ലവർ കിട്ടത്തുള്ളൂ. അപ്പം ഇത് ശ്രദ്ധിച്ച് വെക്കണം. നിങ്ങൾ എപ്പോഴും ബൾബ് നടാൻ നേരത്ത് നല്ല വലിയ ഹെൽത്തി ബൾബ് വെക്കണം, അപ്പോഴേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പൂ കിട്ടും, പക്ഷേ അതിനകത്ത് കൂടുതൽ ബഡ്സ് വരത്തില്ല, 3-4 ബഡ്സേ വരത്തുള്ളൂ. അപ്പം നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എപ്പോഴും ബൾബ് നടാൻ നേരത്തെ നിങ്ങൾ നല്ല ബൾബ് എടുത്ത് നടണം. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അത് നട്ടതാണ്. പക്ഷേ അത് നല്ലതായിട്ട് വലിയത് ബൾബല്ലായിരുന്നു, കൊച്ചു ബൾബായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പൂവ് അതുപോലും അതിൻ്റെ ബഡ്സ് അത്രയും വന്നിട്ടുള്ളൂ. അപ്പം എല്ലാത്തിനും വരുന്നുണ്ട് ബഡ്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റാം. പക്ഷേ അതിന് അത്രയും ഇത് കാണത്തില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റാം കേട്ടോ അതിൻ്റെ. അപ്പോൾ അത്രയും ഇത് വരത്തില്ല, അതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പം കുഴപ്പമില്ല, ഇതെടുക്കണം. ഇപ്പം നിങ്ങൾ പൂവെല്ലാം വിരിഞ്ഞ് കഴിഞ്ഞ ശേഷം ഞാൻ ഇത് പറഞ്ഞു തരാം. അടുത്ത വർഷം ഇതിന് എങ്ങനെ ഒത്തിരി പൂവ് ഉണ്ടാകുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു സോ മച്ച്.